السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിദൂരക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണമേ. ഇമാം നബവി റഹിമഹുള്ളയുടെ 40 ഹദീസുകളിലെ മൂന്നാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാപ്പയും മോനും സഹാബിയാകുമ്പോൾ അൻഹുമ എന്ന് പറയും എന്ന് നിങ്ങൾക്കറിയാം. നബുവത്തിന്റെ മൂന്നാമത്തെ വർഷത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പ്രഗത്ഭനായ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മകൻ സഹാബിമാരുടെ കൂട്ടത്തിൽ മുത്തബിഉസ് സുന്ന, സുന്നത്ത് പിൻപറ്റുന്നവൻ എന്ന വളരെ വലിയ പ്രസിദ്ധിയാണ് നേടിയത്. എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നോ, ഇരുന്നോ, കിടന്നോ, മലമൂത്ര വിസർജനം ചെയ്തോ, എവിടെ വെച്ചൊക്കെ സംസാരിച്ചോ, എല്ലാം അതുപോലെ പകർത്തുകയും അതുപോലെ പിന്തുടരുകയും ചെയ്തു. നബിയുടെ ജീവിതത്തിലെ ഒരംശം പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുമാർ ഒരു വീഡിയോ ക്യാമറാമാനെ പോലെ അദ്ദേഹം അത് ഒപ്പിയെടുത്തു. 2, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒട്ടേറെ വലിയ വിഷയങ്ങളിൽ സാക്ഷിയാവുകയും സഹകാരിയാവുകയും ചെയ്തു. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 2630 ഹദീസുകൾ ആണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. 4, കൊച്ചുകുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ ഹന്തക്ക് മുതൽ ഉള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമുള്ള വലിയ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പോരാടി. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, മക്കൾ, മരുമക്കൾ, പേരമക്കൾ ഒക്കെ ഈ പ്രവർത്തന പാരമ്പര്യം ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച ശ്രദ്ധയും ജാഗ്രതയും എല്ലാം വളരെ വലുതാണ്. ദീനിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സന്ദർഭം അദ്ദേഹത്തിന് ലഭിച്ചു. അഭിപ്രായം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളങ്ങനെ അഭിപ്രായങ്ങൾ വെറുതെ പറയുന്നുണ്ടല്ലോ, അതല്ല, പിന്നെയോ അതൊരു വിധി തന്നെയാണ്. അപ്പൊ സഹാബിമാരുടെ വാക്കുകൾക്കിടയിൽ ഉള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വ്യാഖ്യാനങ്ങളിൽ കാണും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാ പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാ പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാ പറഞ്ഞതെന്നോ. എന്താ ഇതിന്റെ വിഷയം? ഒരാൾ പറഞ്ഞത് അല്ലാത്തത് പറയുന്നതാണോ? അല്ല, പിന്നെയോ അവർക്ക് കിട്ടിയ വിവരം ഹദീസുകൾ അനുസരിച്ച് അവർ പറയും. അതാണ്. ഏതെങ്കിലും ഹദീസുകൾ മാറ്റിവെച്ചിട്ടോ ഏതെങ്കിലും ആയത്തിന്റെ വ്യാഖ്യാനം മാറ്റിവെച്ചിട്ടോ അല്ല. എല്ലാ ഹദീസുകളും അവരുടെ കൈവശം വന്നിട്ടില്ല. കാരണം എല്ലാ സഹാബിമാരെയും വിളിച്ചു കൂട്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. 1, 2, 10, 100, 1000, 14 ലക്ഷം ഒക്കെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ ഭാര്യ മാത്രമാണ് കേൾക്കുന്നത്. ആ ഭാര്യയാണ് കേൾക്കുന്നത്. സാത്വികരിമ ചെല്ലേണ്ടതുണ്ട്. അതിന് നമ്മൾ കാര്യമായി ശ്രമിക്കേണ്ടതുണ്ട്, ആരോടും പറയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ സാക്ഷികളാണ്, സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അശ്ഹദു എന്ന് നമ്മളെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയുമാണ്. 2, ഇഖാമുസ്സലാത്ത്, സ്വലാത്ത് നിസ്കാരമാണ്. നിസ്കരിക്കണം എന്നല്ല ഖുർആനിൽ എവിടെയും വന്ന കൽപ്പന. പിന്നെയോ അഖീമുസ്സലാത്ത്, സ്ത്രീകളോട് അഖിന്നസ്സലാത്ത്, അത് ജമാഅത്താണ്, മസ്ജിദാണ്, സമയത്താണ്, സഫ് നേരെയാക്കിക്കൊണ്ടാണ്,
ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ്. സവൂ സുഫൂഫക്കും എന്ന് പറഞ്ഞിട്ട് സ്വത്ത് നേരെയാക്കണമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തസ്വിയത സുഫൂഫ് മിൻ ഇഖാമിസ്സല, അഖീമുസ്സല എന്ന കൽപ്പനയിൽപ്പെട്ടതാണ് സ്വത്ത് ശരിയാക്കൽ. അപ്പൊ സ്വത്ത് ശരിയാകാതിരുന്നാൽ ഇഖാമുസ്സലാത്താവൂല. അപ്പൊ അഖീമുസ്സല എന്നാണ് കൽപ്പന വന്നത് എല്ലായിടത്തും. യുഖീമൂനസ്സല, ഇഖാമസ്സല. അപ്പൊ നിസ്കാരം ഒന്നാമത് ഖാമ നിന്നു, അഖാമ നേരെയാക്കി, നേരെയാക്കി. ഇഖാമുദ്ദീൻ, ഇഖാമത്തുദ്ദീൻ നമ്മൾ കേട്ടു, ദീനിനെ നേരെയാക്കുക. നൂഹ് അലൈഹിസ്സലാം മുതൽ ചെയ്ത പണി അതാണ്. ആദം അലൈഹിസ്സലാം അവതരിപ്പിച്ച ഇസ്ലാം, അതിൽ വന്ന കേടുപാടുകൾ, അതിൽ വന്ന കൃത്രിമത്വങ്ങൾ, അതിൽ വന്ന അനാചാരങ്ങൾ അതെല്ലാം ഒഴിവാക്കി അതിന്റെ ശരിയായ ദീനിനെ നേരെയാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇഖാമുദ്ദീൻ. നബിമാര് ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് അന്നീമുദ്ദീന വലത്തഫറഖൂ ഫീഹി, അതിൽ യാതൊരു വിധ ഭിന്നത ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദീനിനെ നേരെയാക്കലാണ്. അപ്പൊ അതുകൊണ്ട് വളമില്ലാതെ, വക്രതയില്ലാതെ, അനാചാരങ്ങളില്ലാതെ, അനാവശ്യങ്ങളില്ലാതെ, മതത്തിലൊന്നും കടത്തിക്കൂട്ടാതെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കുക. ഇഖാമുസ്സല, നിസ്കാരം അറിയപ്പെടും. അപ്പൊ ഇഖാമുസ്സല എന്നുള്ളത് നിസ്കാരം ഈ 5 രീതിയിൽ നമ്മൾ പാലിച്ചുകൊണ്ട് ജമാഅത്തായി നിർവഹിക്കുക. സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് ഇസ്ലാമിലെ സക്കാത്ത് കൊടുക്കൽ പാവപ്പെട്ടവർക്കല്ല, ഫക്കീർമാർക്കല്ല, മിസ്കീന്മാർക്കല്ല കൊടുക്കൽ, പിന്നെയോ കമ്മിറ്റിക്കാർക്കാണ്, ഏജൻസിയാണ്, ഗവൺമെന്റിനാണ്, ഇസ്ലാമിക ഗവൺമെന്റിനാണ്. സക്കാത്ത് വാങ്ങുന്നവരും കൊടുക്കുന്നവരും തമ്മിൽ ബന്ധമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ അരുളിയ പോലെ ഉള്ളവരിൽ നിന്ന് ശേഖരിച്ച് തുറന്നു അലാ ഫുഖറാഇഹിം, ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നതാണ്, വാങ്ങിക്കൊടുക്കലാണ്. സക്കാത്ത് കൊടുക്കലല്ല, വാങ്ങിക്കൊടുക്കലാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഏജന്റിന്റെ കയ്യിലാണ്. അല്ലാഹു അക്ബർ. അതോടുകൂടി പണക്കാരുടെ, കൊടുക്കുന്നവരുടെ, പണക്കാരനല്ല കൊടുക്കുന്നവരുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്, അവരുടെ മഹിമ വർദ്ധിക്കുകയാണ്. കാരണം ആർക്കാണ് കിട്ടിയതെന്ന് അറിയേണ്ട ആഗ്രഹം അവർക്കില്ല. പാവങ്ങളുടെ, വിഷമിക്കുന്നവരുടെ, വേദനിക്കുന്നവരുടെ അഭിമാനം വർദ്ധിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതാരാ തന്നത് എന്ന് അറിയില്ല. അല്ലാഹു അക്ബർ. മുതലാളിമാർ എന്നല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, പിന്നെയോ ഉള്ളവർ. അപ്പോ 2 ആഭരണം ധരിച്ച പെണ്ണിനോട് എനിക്ക് ചോദിച്ചു സക്കാത്ത് കൊടുത്തോ? അവരുള്ളവരാണ്. 590 ഗ്രാം വെള്ളിയുടെ അത്ര പൈസ ഒരു കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ അവർ ഉള്ളവരാണ്, ഒരു പണക്കാർ എന്നല്ല. അപ്പോ സക്കാത്ത് കൊടുക്കും. ഹജ്ജ്, ഹജ്ജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുകയാണ്. ഹജ്ജ് 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 ഉദ്ദേശിക്കുന്നതാണ്. ഹജ്ജ് ഹജ്ജൽ ബൈത്ത, കഅബയെ ഉദ്ദേശിക്കുന്നതാണ്. അതാണ്. അപ്പോ ഖുർആനിൽ വന്ന ഹജ്ജിനെ പറ്റിയുള്ള ആയത്തുകൾ എല്ലാം നമുക്കറിയാം. അല്ലാഹുവേ, ഇനിയും ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകാം. ഹജ്ജ് ചെയ്യാൻ പൈസ അല്ല, കല്യാണം ഗംഭീരമായി നടത്താൻ പൈസ ഉണ്ട്, വലിയ വീടുണ്ടാക്കാൻ പൈസ ഉണ്ട്, നല്ല നല്ല വാഹനങ്ങൾ വാങ്ങാൻ പൈസ ഉണ്ട്. ഹജ്ജ് ചെയ്യാൻ പൈസ ഇല്ല. കല്യാണത്തിനും സക്കാരത്തിനും ഗൾഫിലേക്കുമൊക്കെ പോകാൻ ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്യാൻ ആരോഗ്യമില്ല. അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള വലിയ സൗകര്യമുണ്ട്, പക്കത്ത് പോകാൻ മാത്രം സൗകര്യമില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാനാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. കാരണം അന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധമായിട്ടാണ് മടങ്ങി വരുന്നത്. അപ്പോ ക്ലീനിങ് പൗഡർ അവിടെ ഉള്ളത്, സോപ്പ്, നമ്മളെ മനസ്സിനെ കഴുകാനുള്ള സോപ്പ്, പേസ്റ്റ്, ബ്രഷ് എല്ലാം ഒക്കത്തുള്ളത്. അതിന് അവിടെ പോണം. അല്ലാഹു അക്ബർ. ഹജ്ജ് ചെയ്ത കൂലി എന്ന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു ഹജ്ജിന്റെ കൂലിയിൽപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 7 മണിയായാൽ 2 റക്അത്ത് ഇസ്റാത്ത് നിസ്കരിക്കുമ്പോൾ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഹജ്ജിന്റെ കൂലി എന്ന് പറയുമ്പോൾ ഹജ്ജിന് വലിയ കൂലി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് 6 ദിവസമാണ് ഹജ്ജ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഹജ്ജ് നിർവഹിക്കുന്നതോടുകൂടി എന്താണ് മാറ്റം വരുന്നത്, എന്താ ഉണ്ടാകുന്നത്? അപ്പൊ അതിനു മാത്രം ഭക്തിയും നല്ല സമ്പത്തും നല്ല തരത്തിലുള്ള ഒരു ശരീരവും നല്ല മനസ്സുമായിട്ടാണ് പോകുന്നത്.
ചില ആൾക്കാരൊക്കെ കഅബ കാണാൻ പോവുക. കഅബ കാണിക്കണേ, റൗള ഷരീഫ് ഒന്ന് കണ്ണിനെ കാട്ടിടണേ എന്ന് വിവരമില്ലാത്ത കവികൾ പാടും. റൗള എന്നുള്ള കാണാനൊരു കാര്യമില്ല, നിഷ്കരിക്കാനുള്ള സ്ഥലം അല്ലെ. അപ്പൊ മക്ക കാണുക എന്നുള്ളതില്ല. കഅബ നോക്കിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. അതിന്റെ വശങ്ങളും വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. തുടിച്ചു നിൽക്കുന്ന ഓർമ്മകൾ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, രണ്ടാമത്തെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ, അതിലുണ്ടായി ഇസ്മായിൽ, സംസം, അറഫ, മിന, മുസ്ദലിഫ, അങ്ങനെ ആ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾ അതെല്ലാം ഹജ്ജിന്റെ ഭാഗമാണ്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഉംറ. താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും ഒക്കെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുമെന്ന് ചില ആൾക്കാർ പറയുന്നില്ല. വിവരമില്ലാത്ത വിവരമുള്ളവർ പറയും ഹജ്ജിന് തോനെ പോകുന്നതിനേക്കാൾ നല്ലത് പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കലാണ്. പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന് പോകും വേണം, ആ പൈസ ഇതിനെടുക്കും വേണ്ട, ഈ പൈസ അതിനെടുക്കും വേണ്ട, എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ ഹജ്ജിന്റെ കൂലി ഇവിടെ പാവപ്പെട്ടവനെ സഹായിച്ച കിട്ടുമെന്ന് പറയണമെങ്കിൽ അത് ഏൽപ്പിച്ചാള് പറയണം. ഏൽപ്പിച്ചത് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് പറഞ്ഞത് നിങ്ങൾ ഹജ്ജ് ഉംറയൊക്കെ തുടർച്ചയായി ചെയ്യണം. അപ്പോൾ റമളാനിലെ നോമ്പ്, അതിന്റെ മഹിമ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിശ്ചയിക്കപ്പെട്ടത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹി ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമായ റമളാൻ. അപ്പോൾ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ് റമളാൻ മാസം നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം. അപ്പോ ഖുർആൻ മുഴുവൻ ഇറങ്ങിയത് 23 കൊല്ലം കൊണ്ടാണ്. 6 ആയത്താണ് അന്ന് ആദ്യം ഇറങ്ങിയത്, ലൈലത്തുൽ ഖദ്റിൽ, റമളാനിലെ അവസാനത്തെ രാവിലെ, ഒറ്റത്തെ രാവിലെ. ആ 6 ആയത്തുകൾ ഇറങ്ങിയതിന്റെ പേരിലാണ്, ഖുർആന്റെ ഇറക്കത്തിന്റെ തുടക്കത്തിന്റെ പേരിലാണ് റമളാൻ നിർബന്ധമാക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിമിൽ 1162 ഹദീസ്. അദ്ദേഹം അവിടുന്ന് ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട് തിങ്കളാഴ്ച. നാളെന്താ വെച്ചേ? തിങ്കളാഴ്ച അല്ലേ? അപ്പോ എന്താ നബി നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. തിങ്കളാഴ്ചയാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത് തിങ്കളാഴ്ചയായിരുന്നു. അപ്പൊ ആ തിങ്കളാഴ്ച എന്താ ചെയ്യേണ്ടത്? നബി ജനിച്ചു തിങ്കളാഴ്ചയായിരുന്നോ? തിങ്കളാഴ്ച എന്താ ചെയ്യേണ്ടത്? പട്ടിണി കിടക്കല്ല, നോമ്പ് നോൽക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു, ആ ഒരു ഓർമ്മ മറക്കുന്നേയില്ല ജീവിതകാലം അത്രയും. 14 നൂറ്റാണ്ടായി മുസ്ലിം ലോകം റമളാനിൽ നിർബന്ധമായ നോമ്പെടുക്കുന്നു. ആ ആഴ്ച തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. അപ്പോ ഖുർആന്റെ വില എത്രയാണ്? ഖുർആനിലെ 6 ആയത്തുകളാണെന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഖുർആന്റെ മൊത്തം വില എത്രയാണ്? 6236 ആയത്തുകളും 77,934 വാക്കുകളുമാണ് 3,23,251 അക്ഷരങ്ങളുമുള്ള ഈ ഖുർആൻ. അതിന്റെ ഖുർആന്റെ വില എത്രയാണ്? നമ്മൾ കേട്ട് കുറെ വിഷയങ്ങൾ, ഖുർആനിലെ ആയത്തുകളുടെ പ്രത്യേകതകൾ എല്ലാം. അപ്പോൾ വളരെ നല്ല നിലക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, ഈ ഹദീസ് മനഃപ്പാഠമാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കൂട്ടുകുടുംബാദികളെ മുഴുവൻ ക്ഷണിക്കുക. അള്ളാഹുവേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമാറായി. ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഈമാനോടും തൗബയോടുകൂടി മരിക്കുവാൻ റബ്ബേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബേ. പ്രവാചക കുടുംബങ്ങളെ പോലെ, പണ്ഡിത കുടുംബങ്ങളെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും അള്ളാഹുവേ നന്മയും ബർക്കത്തും ഇൽമും നിറച്ചു നൽകുമാറായി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.